പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വരുൺ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നറിയാതെ ആകെ പകച്ചു പോവുകയാണ് കൺമണി. മാത്രവുമല്ല, മനോജും അലിഗയിലെ ജോലി രാജിവെക്കണമെന്നുള്ള ആവശ്യവും ഉന്നയിച്ചത് കൺമണിയുടെ മനസ്സിലേക്ക് കയറി വരുന്നു. ഇതോടെ ഇനി കമ്പനിയിൽ തുടരേണ്ടതില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന കൺമണി ഈ കാര്യം കൃഷിനോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഞാൻ റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു സാർ. എനിക്ക് ഇനി ഇവിടെ ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് സാഗറിനെ. ഇതോടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോവുകയാണ് സാഗർ. ഇതിനിടയിൽ ഈ കാര്യം അറിയാനിടയാകുന്ന കൃഷ് കൺമണിയെ കാണുന്നതിനായി എത്തുന്നു. കൺമണി കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് വ്യക്തമാക്കുകയും ഇതേ തുടർന്ന് കൺമണി റിസൈൻ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു എന്ന് പറയുകയും ചെയ്യുന്നു. ഞാൻ കാരണമാണോ കൺമണി ഇപ്പോൾ റിസൈൻ ചെയ്തു പോകുന്നത്? ഇത് കേൾക്കുന്ന കൺമണി, അല്ല സാർ, അങ്ങനെയല്ല, വീട്ടിൽ നിന്ന് ഇപ്പോൾ റിസൈൻ ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. ചേട്ടന് ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് താല്പര്യമില്ല. മറ്റ് ഏതെങ്കിലും കമ്പനിയിൽ ജോലി ശരിയാക്കി തരാം എന്ന് ചേട്ടൻ പറഞ്ഞിട്ടുമുണ്ട്. മാത്രവുമല്ല, വരുൺ ഇന്ന് വളരെ മോശമായിട്ടാണ് പെരുമാറിയത് എന്നുള്ള കാര്യം എനിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരം മോശം പ്രവർത്തികൾ ഉണ്ടാകുന്നത് തിരിച്ചടി ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും ഇതുപോലുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുന്നതിന് ഞാൻ റിസൈൻ ചെയ്യുന്നതല്ലേ നല്ലത്. വിവാഹം കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ വരുണിൻ്റെ കൂടെ തന്നെ ജീവിക്കണം. അപ്പോൾ വരുണിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് വരുൺ ഇവിടേക്കുള്ള ജോലിയെ പറ്റി വേണ്ട എന്നുള്ള കാര്യം പറയുന്നത്. ഇന്നുണ്ടായ പോലെയുള്ള പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അതൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് നല്ലത് റിസൈൻ ചെയ്യുന്നതല്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. ഞാനത് എതിർക്കാൻ മുന്നിലേക്ക് വരികയില്ല. പക്ഷേ കൺമണിയെ ഈ കമ്പനിക്ക് വളരെ അത്യാവശ്യം ആണ്. കൺമണിയിൽ ഒരുപാട് പ്രതീക്ഷകളാണ് ഞങ്ങൾക്കുള്ളത്. മാത്രവുമല്ല, കൺമണി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. കൺമണിയുടെ തീരുമാനം എന്തായാലും അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇത്ര മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ എന്ന വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് കൃഷ് പോകുന്നു. അപ്രതീക്ഷിതമായ കൃഷിന്റെ ഈ വാക്കുകൾ കേട്ടതിനെ തുടർന്ന് കൺമണി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുകയാണ്. കൃഷ് സാറിനെ വേദനിപ്പിച്ച് മുന്നോട്ട് പോകണമോ എന്നുള്ള ചിന്ത മനസ്സിലേക്ക് കയറി വന്നതിനെ തുടർന്ന് വീണ്ടും തീരുമാനം എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ ആയിരിക്കുകയാണ് കൺമണി. ഇതേ സമയം സാഗർ ദേവ്ജിയെ ചെന്ന് കണ്ടിരിക്കുകയാണ്. ദേവ്ജിയോട് കൺമണി റിസൈൻ ചെയ്യാനുള്ള തീരുമാനം അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് ദേവ്ജി, എന്ത് വിഡ്ഢിത്തമാണ് ആ കുട്ടി കാണിക്കുന്നത്? നല്ല പൊട്ടൻഷ്യൽ ഉള്ള കുട്ടിയാണ്. നമ്മുടെ കൂടെ ജോലി ചെയ്യുകയാണ് എങ്കിൽ ഒരുപക്ഷെ ഫാഷൻ ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ ഡിസൈനറായി മാറാൻ ആ കുട്ടിക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ സാധിക്കും. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കുട്ടിയെ ഇവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത്. ഒരു തവണ കൂടി അവളെ ചെന്ന് കണ്ട് പോകരുത് എന്ന് റിക്വസ്റ്റ് ചെയ്താലോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതിൽ പ്രശ്നമൊന്നും ഇല്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് സാഗർ. മാത്രവുമല്ല, അവൾ ഈ കമ്പനിയിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എനിക്ക് മറിച്ചൊരു ആഗ്രഹവുമില്ല.
അതുകൊണ്ട് തന്നെ ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം തിരികെ വീട്ടിലെത്തിയതിനെ തുടർന്ന് കാര്യങ്ങൾ ആലോചിക്കുന്ന കൺമണി റിസൈൻ ചെയ്യണം എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോൾ കൃഷിന്റെ ഓർമ്മകൾ മനസ്സിലേക്ക് കയറി വരികയാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം വീണ്ടും ബാക്കിയാകുന്നു. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് തിരിച്ചറിയുകയാണ് അവൾ. ഇതേ തുടർന്നാണ് മനോജ് വരുന്നത്. മനോജ് കൺമണിയെ ചെന്ന് കാണുകയും കൺമണിയോട് എന്തായി കൺമണിയുടെ തീരുമാനമെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇന്നുകൂടി കൺമണിയെ പറ്റി അവർ ചോദിച്ചതേയുള്ളൂ. കൺമണി TR ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിൽ അവർക്ക് വളരെയധികം സന്തോഷമാണ് ഉള്ളത്. കൺമണിയെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാമെന്നാണ് അവർ എന്നോട് പറഞ്ഞത്. ഈ കാര്യം കേൾക്കാൻ ഇടയാകുന്ന കൺമണി ഞാൻ റിസൈൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും പക്ഷേ എന്തോ മനസ്സിന് ഒരു സുഖമില്ല എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് മനോജിന്റെ മുന്നിൽ. പക്ഷേ ചേട്ടന് വേണ്ടി ഞാൻ റിസൈൻ ചെയ്യാം, എനിക്ക് അതിലൊരു പരാതിയും ഇല്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് കൺമണി. ഈ കാര്യം കേൾക്കുന്ന മനോജിന് കൺമണിയുടെ അവസ്ഥ മനസ്സിലാവുകയാണ്. ഇതോടെ മനോജ് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ തുടർന്ന് കൺമണിയെ ചെന്ന് കാണുന്ന ദേവ്ജിയും സാഗറും എടുത്തു ചാടിയൊരു തീരുമാനം എടുക്കരുത് എന്നും ജീവിതത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സമയമാണ് ഇതെന്നും ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ താനെടുത്ത തീരുമാനം തൻ്റേത് മാത്രമല്ല തൻ്റെ ഫാമിലിയുടേത് കൂടി ആണ് എന്ന് കൺമണി അറിയിച്ചത് സാഗറിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആയിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് ഈ കാര്യം മാനസ അറിയാൻ ഇടയാകുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.